ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ആവർത്തിച്ച ഇറാൻ ഒമാനിൽ നടക്കുന്ന ചർച്ചകളെ അമേരിക്ക ഗൗരവമായി കാണുന്നില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി. ഉപരോധം മറികടന്നും ഇറാനുമായി എണ്ണ ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുന്നതിനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. യുദ്ധഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ B-52 വിമാനങ്ങൾ ഖത്തറിൽ എത്തി. സമ്പുഷ്ടീകരണ നീക്കങ്ങളിൽ നിന്നും പുറകോട്ടില്ലെന്ന ഇറാന്റെ നിലപാടിന് പിന്നാലെയാണ് അമേരിക്ക വ്യോമ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. ഖത്തറിലെ ഹുദൈദ വിമാനത്താവളത്തിൽ B-52 ബോംബറുകൾ അമേരിക്ക എത്തിച്ചു കഴിഞ്ഞു. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണിവ. ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ചർച്ചകളിൽ US സെൻട്രൽ കമാൻഡ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതിനെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വിമർശിച്ചു. The main focus of negotiations is nuclear, and it will be so. It will remain so. The presence of CENTCOM's commander doesn't change anything at all, and we have been told that he is there to visit their own naval forces in the region. There was a request from the US side to be present, and this demand and request was rejected outright by the Iranian side, and we said that we don't accept the presence of a military commander in negotiations, and we think that there is no connection between CENTCOM commander and the nuclear talks. ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ അമേരിക്ക ഗൗനിക്കുന്നില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഇറാനിൽ നിന്നും എണ്ണ കടത്തുന്ന നിരവധി കപ്പലുകൾക്ക് കൂടി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം മറികടന്ന് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്താനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. ആണവായുധ നിർമ്മാണം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് US ഇറാൻ ചർച്ചകൾ തുടരുന്നത് സംബന്ധിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.